നമ്മുടെ BSF HCM അതുപോലെ തന്നെ ASI ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന് അപ്പുറം നമുക്കതിന്റെ എക്സാം ഇവിടെ അടുത്തിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഒരു സഹോദരിയുടെ അഡ്മിറ്റ് കാർഡാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി മെയിൽ ചെയ്ത് ചോദിച്ചതാണ്. ഈ അപ്ഡേറ്റ് കിട്ടിയ ഉടനെ നമ്മൾ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യം മെയിൽ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് അപ്ലൈ ചെയ്ത സമയത്ത് ആദ്യ സമയത്ത് നമുക്ക് HCM അതുപോലെ ASI എന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ASI സ്റ്റെനോ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത്, HCM അതായത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ആണോ അല്ലെങ്കിൽ ASI ആണോ, ഈ രണ്ടിൽ ഏത് പോസ്റ്റ് ആണെന്ന് കൃത്യമായിട്ട് അവിടെ എഴുതുകയാണ് ചെയ്യുക. കഴിഞ്ഞ തവണ പോലെ തന്നെ HCM ASI എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് കാർഡ് വരാനുള്ള സാധ്യതയില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് പലരും. അതൊക്കെ ഈ വീഡിയോയിൽ മുന്നോട്ട് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. സോ ഇവിടെ റിപ്പോർട്ടിംഗ് ടൈമും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ മറച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇവിടെ പരീക്ഷാ സെൻ്ററൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആറ്റിങ്ങലാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നൊരു എഞ്ചിനീയറിംഗ് കോളേജാണെന്ന് തോന്നുന്നു. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ബ്ലോക്ക് 2 എക്സാം നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എക്സാമിന് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് കോളംസ് ഒക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. പരീക്ഷയ്ക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട ഐറ്റംസ് ആണ്. 2 കളർ ഫോട്ടോ കൊണ്ടുപോകണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ കൊണ്ടുപോകണം. അതുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. വീഡിയോ ഇപ്പം കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫ് മെൻഷൻ ബിലോ ഇൻ ഇൻസ്ട്രക്ഷൻ. അതായത് എന്തൊക്കെയാണ് ID പ്രൂഫ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ആധാർ കാർഡ് ഒക്കെ ആയിരിക്കും, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുമ്പോട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ 2 കളർ കോപ്പീസ് ഓഫ് പ്രിന്റ് ഓഫ് ഈ അഡ്മിറ്റ് കാർഡ്. ഇതിന്റെ 2 കളർ കോപ്പി വേണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളർ കോപ്പി. 2 കളർ കോപ്പി എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. 2 എണ്ണം വേണമെന്ന് പറയുമ്പോൾ 3 എണ്ണം എടുത്തോളൂ. ചിലപ്പോൾ ഒന്ന് അവർ 2 വാങ്ങി വെക്കോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 3 എണ്ണം എടുത്ത് വെച്ചോ, പ്രശ്നമില്ല. നമുക്ക് ഫർദർ യൂസിന് ഒരാൾ ഇപ്പം അയാളുടെ യൂസർ ID പാസ്വേഡ് ഒക്കെ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് സഹായിക്കുന്നതായിരിക്കും. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബ്ലൂ ബോൾ പെൻ. ട്രാൻസ്പെറൻ്റ് എന്ന് പറയുന്നത് ആ പേനേൻ്റെ മുകളിൽ എന്തിടാൻ പാടില്ല, എഴുത്ത് കാര്യങ്ങളൊന്നും ഇല്ലാതെ പരമാവധി നോക്കുക. റബ്ബറൊക്കെ ഉള്ള പെൻ ഉണ്ടല്ലോ, ഒരു ലെക്സി റബ്ബറാന്ന് തോന്നുന്നു, ഏതെങ്കിലും ഒരു പെന്ന്. ആ പെന്നിൻ്റെ മുകളിൽ റബ്ബറോ കാര്യങ്ങളോ മറ്റേ എഴുത്തോ കാര്യങ്ങളോ എഴുത്തിൻ്റെ അത് പറിച്ച് കളയാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ ആ ഫില്ലർ, അതിൻ്റെ ഉള്ള ഫില്ലർ കാണണം. ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അതും ബ്ലൂ കളറിലുള്ള ബോൾ പെനാണ്. PSC ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ബോൾ പെന്ന് കൊണ്ടുപോകണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 4 സാധനം കമ്പൽസറി ആണ്. ഇത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എക്സാം സെൻറ്ററിൽ എൻ്റർ ആവാൻ സാധിക്കൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലാസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഗ്ലാസിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി വീഡിയോ കാണുന്നുണ്ടാവും. ഗ്ലാസിൻ്റെ കാര്യം മുമ്പോട്ട് പറയുന്നുണ്ട്. ആദ്യം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാസിൻ്റെ ഡീറ്റെയിൽസ് മുമ്പോട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡേറ്റ് ഉണ്ടല്ലോ, അതിൽ യാതൊരു കാരണവശാലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഫോട്ടോ ID കാർഡ് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ കയറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്നുള്ള ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ കാർഡ് ഏതൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോട്ടർ ID എടുക്കും, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും, പിന്നെ പാൻ കാർഡ് എടുക്കും, പാസ്പോർട്ട്, ആധാർ കാർഡ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമുക്ക് എടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതിൽ പറഞ്ഞിട്ടില്ലെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും, അതായത് അഡ്മിറ്റ് കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ID പ്രൂഫ്, പാസ്പോർട്ടോ ലൈസൻസോ അല്ലെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡോ എന്തായാലും അതിൽ ഇത് വേണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം. അതും ഇത് മാച്ച് ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്താൽ അതും കൂടി നമ്മൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് തരുന്നതായിരിക്കും. സോ ഗ്ലാസിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. BSF HCM അതുപോലെ ASIക്ക് നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയവരാണെങ്കിലും ഇല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ കവർ ചെയ്ത് പോകുന്ന, അതായത് നിങ്ങൾക്ക് ഏകദേശം 5 സിലബസ് ഭാഗങ്ങളാണുള്ളത്. ഒരു ദിവസം നമ്മൾ 2, അതായത് 5 ദിവസമായിട്ട് 5 10 ദിവസമാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു, മാത്സ് കവർ ചെയ്യുകയാണെങ്കിൽ 6ാമത്തെ ദിവസം നമ്മൾ മാത്സ് കവർ ചെയ്യും. അതായത് വീണ്ടും 2 തവണ ആ ഒരു റിവിഷൻ രണ്ടാമത് നടക്കുന്നുണ്ട്. റിവിഷൻ മീൻസ് മറ്റ് കണ്ടന്റ് ടോപ്പിക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ പഠിച്ചവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും നമുക്ക് ഒന്നുകൂടെ പൊടിതട്ടി എടുക്കാൻ സഹായപ്രദമാകുന്ന, എക്സാംസ് ഒക്കെ വിജയിച്ച, പരീക്ഷയിൽ നല്ല പരിചയ സമ്പത്തുള്ളവർ മാത്രം പഠിപ്പിക്കുന്ന സെക്ഷൻ ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. 10 ദിവസത്തെ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. വീഡിയോ ഡ്യൂറേഷൻ ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റും കൂടിയത് 30 മിനിറ്റ് വരെ ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു വീഡിയോൻ്റെ കാര്യമാണ്. അങ്ങനെ 10 ദിവസം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓരോ വീഡിയോൻ്റെ ലെങ്ത്, അതായത് മാത്സിൻ്റെ തന്നെ 2 ക്ലാസ് കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്. അപ്പോൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൻ്റെ ഫ്രീ ക്ലാസ് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ് സെക്ഷൻ അതിൻ്റെ ഡെമോ ക്ലാസ് ചെയ്തിട്ടുണ്ട്. മൊത്തം ലെങ്ത് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. പിന്നെ നമ്മുടെ PDF നോട്ട് വളരെ യൂസ്ഫുൾ ആവുന്നതാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. PDF നോട്ട് കൂടി
ഒരു സെക്ഷന് റെലവൻ്റ് ആയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് അതും തരുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും. അതായത് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഒന്ന് റിക്കവർ എല്ലാം ഒന്ന് പൊടിതട്ടി എടുക്കാൻ നല്ല രീതിയിൽ സഹായപ്രദമാകുന്ന ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പരീക്ഷയിൽ അനുഭവ സമ്പത്തുള്ളവരും അതുപോലെ എക്സാം പാസ്സായവരും മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളെ ഇവിടെ നൽകുന്നുള്ളൂ. അപ്പോൾ അതിന് എടുക്കാനായിട്ട് നമ്മുടെ ടീമിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാന്നാണെങ്കിൽ നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടല്ലോ, അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടീമിൻ്റെ നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ്ലി നമ്പർ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസിൻ്റെ കാര്യങ്ങൾ എൻക്വയറി ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് BSF നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ. ഓഗസ്റ്റ് 19 ഇന്ന് റിലീസ് ചെയ്തതാണ് കേട്ടോ. എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടില്ല സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ, റിട്ടേൺ എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ നോട്ടീസാണ് നിങ്ങളിവിടെ കാണുന്നത്. നോൺ GD പോസ്റ്റുകളായിട്ടുള്ള ഒരുപാടധികം ASI സ്റ്റെനോ ആൻഡ് HCM അതുപോലെ തന്നെ നിരവധി പോസ്റ്റുകളിലേക്കുള്ള 2024 റിക്രൂട്ട്മെന്റ് ഇയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് നോട്ടിഫിക്കേഷൻ എക്സാം നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതായത് ഗ്രൂപ്പ് ABC മുമ്പ് ഒരുപാട് വാട്ടർ വിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് A പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ തരം പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ 9/6/2026 HCM ആൻഡ് ASI എന്ന് പറയുന്ന BSF HCM ആൻഡ് ASI. അത് CAPF എല്ലാത്തിലും CRPF CISF അതുപോലെ ITBP എല്ലാ പോസ്റ്റിലേക്കും വിളിച്ചു. ആസാം റൈഫിൾസ് എല്ലാത്തിലും കൂടി വിളിച്ചതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ്റെ ഡേറ്റും കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. ഡേറ്റ് വന്നിട്ടുള്ളത് 1, 2, 3 ഡേറ്റുകളിൽ, അതായത് സെപ്റ്റംബർ 1, 2, 3 2026 സെപ്റ്റംബർ 1, 2, 3 ഇത് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് നിലവിൽ BSFിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം മുമ്പോട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ നിങ്ങൾ HCM ആണെങ്കിലും ASI ആണെങ്കിലും ASI പോസ്റ്റ് സ്റ്റെനോഗ്രാഫി അറിഞ്ഞിരിക്കണം. HCM ആകുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് അറിഞ്ഞിരിക്കണം. അതും കൂടി ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്ത് പോകാൻ ഇപ്പം നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ടൈപ്പിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സാം വരെ മാറ്റി വെച്ച് പഠനത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് എക്സാം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എക്സാമിൻ്റെ സമയത്ത് തന്നെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ടൈപ്പിംഗ് ടെസ്റ്റിൽ മാത്രം ഫുള്ളി ഫോക്കസ് കൊടുക്കുക. 100% ഫോക്കസ് എന്ത് ചെയ്യുക, ടൈപ്പിംഗ് ടെസ്റ്റ് കൊടുക്കുക. എൻ്റെ ഒപ്പീനിയനാണ്. ആ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് എക്സാം കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നും ഓരോരോ കടമ്പകളിൽ എത്തുന്നതിനനുസരിച്ച് അത് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ എക്സാമിന് ഇപ്പോൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ടൈപ്പിങ്ങിലേക്ക് കിടക്കാൻ സാധിക്കത്തുള്ളൂ. എക്സാമിന് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഏകദേശം ഒരു 10-13 ദിവസത്തിൻ്റെ അടുത്താണ് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ആ ഡേയ്സിൽ നല്ല രീതിയിൽ എക്സാമിന് ഫോക്കസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റോൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യുക. പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ഷൻ എൻ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഒരു ഉദ്യോഗാർത്ഥി എനിക്ക് മെയിൽ ചെയ്ത് ചോദിച്ചതാണ് യൂസർ നെയിമൊക്കെ മറന്നുപോയി, റോൾ നമ്പറൊക്കെ മറന്നുപോയി എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഫോർഗോട്ട് യൂസർ ID ഓർ പാസ്വേഡ് എന്ന് പറയുന്ന പാസ്വേഡ് എന്തായാലും നിങ്ങൾ മറക്കില്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഓർമ്മയില്ല എന്നാണെങ്കിൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ ഒരു രീതി പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ അത് എന്തായാലും മറക്കില്ല. യൂസർ ID മറക്കാനാണ് ചാൻസ് കൂടുതൽ. യൂസർ ID മറന്നിട്ടുണ്ട് ഇവിടെ ഫോർഗോട്ട് കൊടുത്തിട്ട് നമുക്ക് മെയിലിലേക്കൊക്കെ അത് വരും. അപ്പോൾ അതിന് കുറച്ച് ഡിലേ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ചെയ്ത സമയത്ത് ഒരു ഡിലേ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മെയിലൊക്കെ വരുന്നതും കാര്യങ്ങളൊക്കെ അതിപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം മെയിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇപ്പം നമുക്ക് യൂസർ ID എന്ന് പറയുന്നത് നമുക്ക് റോൾ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യുക. ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ നമുക്ക് മാറ്റാമെന്നുള്ളൊരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. എന്തായാലും ഈ രീതിയിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഉപയോഗിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ക്ലാസിൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ക്ലാസ് എടുക്കാനുള്ള ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ബട്ടൺ ഉണ്ട് സൈഡിലായിട്ട്, അത് പ്രസ് ചെയ്യാനായിട്ടും നിങ്ങൾ മറക്കേണ്ട.